നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം വിശദമായി സംവദിക്കാൻ വന്ന നമ്മുടെ പ്രിയതാരം ഗിന്നസ് പക്രുവാണ് ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉള്ളത്. 3-4 പടങ്ങൾ അതിനിടയ്ക്ക് ചെയ്തെങ്കിൽ പോലും പക്രുവിന് വലിയൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പോലും പക്രുവിന് വലിയ അംഗീകാരം കിട്ടാൻ വേണ്ടി പക്രു കാത്തിരിക്കുകയാണ്. ജോക്കർ റൈറ്റ്, ജോക്കറാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ. കാരണം അമ്പിളിയമ്മാവൻ കഴിഞ്ഞിട്ട് പിന്നെ ലോഹിദാസ് അല്ലേ? അതെ, എൻ്റെ പ്രോഗ്രാം നോട്ടീസുകളിലൊക്കെ ചലച്ചിത്ര താരം ഗിന്നസ് പക്രു എന്ന് ചോദിക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏത് പടത്തിൽ അഭിനയിച്ച? മറുപടി പറയാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത്. അമ്പിളിയമ്മാവൻ എല്ലാവരും കണ്ടിട്ടില്ല, പിന്നെ ചെയ്ത സിനിമകളും ആരും തന്നെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇയാളെങ്ങനെ ചലച്ചിത്ര താരം എന്നും പറഞ്ഞ് പ്രോഗ്രാം പിടിക്കും? നോട്ടീസിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു നടൻ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോരുന്ന ഗതികേടെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് ചോദിക്കും. ചലച്ചിത്ര താരം എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചാലത്തെ അവസ്ഥ ആലോചിച്ച് ചോദിക്കും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ജോക്കർ എന്ന് പറയുന്ന എല്ലാം കൊണ്ടും ഒരു വലിയ ലോഹിയുടെ പടം നിലയിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു, അജയൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്ന എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദിലീപേട്ടനാണ്. ജോക്കർ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു ഫീലല്ലായിരുന്നു എനിക്ക്. 1 മാസം സർക്കസിൽ പോയി നിന്ന അവസ്ഥയായിരുന്നു. അതിൻ്റെ അവസ്ഥയായിരുന്നില്ല അവിടെ. സർക്കസ് അത്രയും ജെനുവിൻ, അത്രയും നമ്മളെ അതിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ സിനിമയുടെ അതേ കഥാപരമായ രീതി തന്നെയാണ് ആ സർക്കസിൻ്റെ യഥാർത്ഥ അവസ്ഥയും. അതുപോലെ തന്നെ നമ്മുടെ ബഹദൂർക്ക് എനിക്ക് അടുത്ത് കാണാനും അദ്ദേഹത്തെ വളരെ ക്ലോസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നിനക്ക് തമിഴിൽ നല്ല ചാൻസ് കിട്ടും, എൻ്റെ ഫ്രണ്ടാണ് രജനി സാറ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ബഹദൂർക്ക്, നീ കല്യാണം കഴിക്കണം, കഴിക്കുകയാണെങ്കിൽ ഉയരമുള്ള പെണ്ണിനെ തന്നെ കെട്ടണം, അങ്ങനെ ഒരു ഉപദേശം അദ്ദേഹം തന്നു. അതുപോലെ തന്നെ അജയന്റെ കല്യാണം അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവചിച്ചു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ചില സമയത്ത് അദ്ദേഹം എൻ്റെ പ്രായത്തിലേക്ക് വരും, ചില സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലേക്ക് പോകും. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും എപ്പോഴും ഷൂട്ടില്ല, ഞങ്ങളവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ബഹദൂർക്കയുടെ വിയോഗം, അതാണ് ഒരു സന്തോഷത്തിൻ്റെ പിറകിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരടി അടിക്കുന്ന പോലെ ഹൃദയത്തിന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വിഷമമാണ്. പക്രു അപ്പോഴേക്ക് സ്റ്റാർ ആയിട്ടില്ല സാർ, പക്ഷേ തിരിച്ചറിയും. ആ പടത്തിലെ എൻ്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ എടുത്തു, അവിടെയും റിസ്ക് കാണിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു തേങ്ങാക്കൊലയായിട്ട് ഒരു വലിയ തെങ്ങേന്ന് താഴോട്ട് വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം ആ തെങ്ങിൻ്റെ മേളിൽ കയറിയ, കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ സൈസിൽ എൻ്റെ പൊക്കത്തിൽ വെച്ച് നോക്കിയാൽ അത് 20 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. അതിൽ എന്നെ ഒരു കൊലയിൽ കെട്ടി വെച്ചിട്ട് തൂക്കിയിട്ടിട്ട് ഫുൾ ആൾക്കാർ മാറി നിന്നിട്ട് ഷോട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ കൊല വിട്ട് ഫുൾ അതോടുകൂടി താഴോട്ട് വരുമ്പോൾ ദിലീപേട്ടൻ പിടിക്കുന്ന സീക്വൻസാണ്. എന്തും വരട്ടെ എന്ന് വെച്ച് ചാടി ദിലീപേട്ടൻ പിടിച്ചിട്ട് സ്റ്റഡിയാകാൻ പറ്റിയില്ല. ഞാനും ദിലീപേട്ടനും കൂടെ വീണു. അതാണ് ആ ഷോട്ട്. നടുവ് പ്രശ്നമുണ്ടായി, അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിക്സിട്ട് തിരുമ്മി കൊടുത്തു. പക്ഷെ എന്നെ രക്ഷിച്ചു അദ്ദേഹം. കൊലയെ ഞാനും കൂടി, കൊലവെട്ടെല്ലാം കൂടെ വീഴുന്നു എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വരവായിരുന്നു അത്. സാറിപ്പം എന്നെ എടുത്തപ്പോൾ ഏകദേശം വെയിറ്റ് മനസ്സിലായി. വെറുതെ അല്ല ദിലീപിന്റെ ബാക്ക് ഉളുക്കിയത്. അങ്ങനെ ആ ഷോട്ടാണ് ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്തരം ഒരു റിസ്കി ആയിട്ടുള്ള ഷോട്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് പെൺവേഷം കെട്ടിയത് ജോക്കറിലാണ്. എന്നെ പരമാവധി ഞാനെന്ന ആ ഒരു കലാകാരനെ ക്രമേണ മനസ്സിലാക്കി എനിക്ക് കൂടുതൽ റോള് എനിക്ക് ലോഹി സാർ തന്നു. പക്രു ജോക്കറിനോട് നീതി പുലർത്തണമെങ്കിൽ ആ സിനിമയിലെ ഒരു പാട്ട് പക്രു പാടേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീവേഷം ആദ്യമായിട്ട് കെട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ പാട്ടിൻ്റെ 2 വരി സാറിന് വേണ്ടി. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി, പക്രുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. ചെമ്മാനം പൂത്തേ തൊടുസിന്ദൂരം തൊട്ടേ, ചെമ്മാനം പൂത്തേ
തൊടു സിന്ദൂരം തൊട്ട് പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ. കമ്മാനക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. ചെമ്മാനം പൂത്ത് തൊടു സിന്ദൂരം കട്ടേ. അങ്ങനെ ഈ പാട്ടിലാണ് ഞാൻ സ്ത്രീവേഷം ആദ്യമായിട്ട് കെട്ടിയത്. അതുകൊണ്ടാണ് ഈ പാട്ട് ഓർത്ത് പാടിയത്. പക്രുവിന് വലിയൊരു ബ്രേക്ക്, ഒരുപക്ഷെ പക്രുവിനെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ സഹായിച്ച മറ്റൊരു ബ്രേക്ക്. പക്രു അത്ഭുത ദ്വീപ്, പക്രു ഒരു അത്ഭുത പ്രതിഭാസമാകുകയായിരുന്നു ഇതിലൂടെ. തീർച്ചയായിട്ടും ഞാനെന്ന കലാകാരൻ്റെ ഇമേജ് ഫുള്ള് മാറ്റിത്തന്ന, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാക്കി തന്ന ഒരു ചിത്രം. അതിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഇത് എനിക്ക് ചെയ്യാൻ കുതിരസവാരിയൊക്കെ എങ്ങനെ എനിക്ക്, പക്ഷേ എത്ര കൂളായിട്ടാണെന്നറിയോ സാറ് പറഞ്ഞത്, വിനയൻ സാറ്, അതൊക്കെ നമുക്ക് ശരിയാക്കാടാ. അപ്പം ഞാൻ ആലോചിച്ചു, എന്നേക്കാൾ കൂടുതൽ നമ്മളിലൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആവാം. എന്തായാലും ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു, എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് സാരയില്ലടാം. പക്ഷേ ഓരോ സീക്വൻസും ഓരോ ദിവസവും ഷൂട്ടിന് വരുമ്പോൾ എനിക്ക് പേടിയാണ് അടുത്തത് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഈ കുതിരപ്പുറത്തൊക്കെ കയറി ഒരു വലിയ ആൾക്ക് പോലും കുതിരയെ മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ 100-300 ആൾക്കാരുടെ പടയാളികളും രണ്ടും ഈ കുതിരയായിട്ടുള്ള പോക്ക്. ആദ്യമൊക്കെ കുതിരയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല അതിൻ്റെ മേളിൽ ആളുണ്ടെന്ന്. കയറി ഇരുത്തി. പിന്നീട് പയ്യെ 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 എനിക്ക് തോന്നി കുതിരയ്ക്ക് തന്നെ എന്നോടൊരു ചെറിയ ദയുണ്ടായി കാണും. കാരണം ഇവൻ പാവമല്ലേ, രക്ഷപ്പെട്ട് പോക്കോട്ടെ. അങ്ങനെയുള്ള ചില സീക്വൻസസ് ഉണ്ട്. അതുപോലെ ഈ അത്ഭുത ദ്വീപിൽ കുതിര വിരളി പിടിച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു ഷോട്ടുണ്ട്. 2 സൈഡും ഭീകരമായിട്ടുള്ള കുഴിയാണ്, കൊക്കയാണ്, ഒരു പാത മാത്രം. ഇതിൽ തലങ്ങും വിലങ്ങും ചെറിയ ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർ ഓടുകയാണ്. ഇതിനിടയിലേക്കാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ കടിഞ്ഞാൺ പോലും എൻ്റെ കയ്യിലില്ല. ആകപ്പാടെ ഈ കുതിരക്കാരൻ ഒരു ചെറിയൊരു നൂൽക്കമ്പി ഇട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇത് സ്ട്രെയിറ്റായിട്ട് വരാൻ വേണ്ടി. ആ ഷോട്ട് ഇപ്പോഴും ഈ സിനിമ കാണുമ്പോൾ, ആ ഷോട്ട് കാണുമ്പോൾ ഞാനൊന്ന് ഉള്ളിൽ നിന്ന്, കാരണം ഏതെങ്കിലും ഒരു ചെറിയ ആൾക്കിട്ട് ഇത് തട്ടിയാൽ അയാളുടെ ലൈഫ് പോകും. ഇതെങ്ങാനും ഒന്ന് മറിഞ്ഞു പോയാൽ എനിക്ക് രക്ഷയുണ്ടാവില്ല. കാരണം കുതിര എങ്ങനെ മറിഞ്ഞ ചരിത്രമുണ്ട്. എന്തായാലും പക്രു ഈ അത്ഭുത ദ്വീപ് കഴിഞ്ഞോടിയിട്ട് ഈ റെക്കോർഡുകളുടെ ലോകം പക്രുവിനെ അംഗീകരിച്ചു. അങ്ങനെ ഗിന്നസ് ബുക്കിലേക്ക് പക്രു സ്വാഭാവികമായിട്ട് അറിയാതെ സംഭവിച്ചതാണ്. സിനിമ അയച്ചു, സിനിമയിൽ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് വേൾഡ് റെക്കോർഡിൻ്റെ ആൾക്കാർ ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഇയാളും സ്ക്യൂസിക്കാണോ ഗ്രാഫിക്സ് ആണോ എന്ന്. അല്ലാന്ന് തോന്നിയപ്പോൾ ഒരുപക്ഷെ വന്നതായിരിക്കും. ആരാ ഗിന്നസ് പക്രു എന്നുള്ള പേരിട്ട് പിന്നീട് ഗിന്നസ് പക്രുവായി? ഗിന്നസ് പക്രു എന്നുള്ള പേര് അതും വളരെ യാദൃശ്ചികമാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൻ്റെ സെറ്റ് വെച്ചാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ അവാർഡ് മേടിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഈ സർട്ടിഫിക്കറ്റ് അദ്ദേഹം മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതത്ര ചെറിയ കാര്യമല്ല, നീ ഇതിനെ അത്ര ചെറുതായിട്ടൊന്നും കാണണ്ട,
അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നസീർ സാറ് ആണ് ഇതിനു മുമ്പ്, അത് കഴിഞ്ഞ് ആർക്കും പറ്റില്ല, ഇത് നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനൊരു അംഗീകാരത്തിന് ആദ്യമായിട്ട് ഒരു പ്രോത്സാഹനം തന്നത് മമ്മൂക്കയാണ്. അത് കഴിഞ്ഞ് പിന്നെ 2-3 സീനിനൊക്കെ വന്നപ്പോൾ ഗിന്നസ് വന്നല്ലോ, എന്നാണ് ഗിന്നസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഉണ്ടപ്പൊക്രു എന്ന് പറയുന്ന ആ പേരിനോട് ചേർത്ത് ഗിന്നസ് അതൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ ഐലൻഡ് എന്നുള്ളതിന് IS സൈലൻ്റ് ആവൂലേ എന്ന് പറഞ്ഞതുപോലെ ആ വേർഡ് അങ്ങ് സൈലൻ്റ് ആക്കി കുറച്ചുകൂടി ഒന്നൊരു മോഡിഫിക്കേഷൻ നടത്തി ഗിന്നസ് പക്രു എന്നുള്ള പേര് അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഗിന്നസ് പക്രുവായിട്ട് ഈ അജയൻ ഉരുത്തിരിഞ്ഞു. ഇതിൻ്റെ ഒരു വില മനസ്സിലായത് പലപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെ ചെല്ലുമ്പോൾ ഗിന്നസിലുള്ള ആളാണെന്ന് പറയുമ്പോൾ അവർ ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കും. നമ്മുടെ കേരളത്തിൽ വെറുതെ നടന്നാലും ഫോട്ടോ എടുക്കും. ഞാൻ എവിടെ ചെന്നാലും അല്ലെ, ഞാനെന്നുള്ളതല്ല, ചെറിയ ആൾക്കാരൊക്കെ അതിലൊരു കൗതുകമുണ്ട്. പക്ഷേ കൂടെ വരുന്ന പക്രുവിനും നസീറിനൊന്നും അല്ല, മറ്റേ ടിനി ടോമിനും നസീറിനും അത്ര പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല. അത് പിടിക്കുന്നല്ല, അവർക്ക് എൻ്റെ പേരിൽ കുറേ ആനുകൂല്യങ്ങൾ കിട്ടും. എന്നെ ഒറ്റയ്ക്കങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ വലിയ ഇഷ്ടം. ഒരു ഗ്രൂപ്പ് ഫുൾ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് അങ്ങനെ കടന്നു പോന്നിട്ടുണ്ട് ഒരുപാട്. ഈ പറഞ്ഞ പോലെ സാഹസികതയ്ക്ക് ശേഷം വലിയ അംഗീകാരം ഗിന്നസ് പക്രുവായി രൂപാന്തരം പ്രാപിക്കുന്നു. പണ്ട് എടുത്തു നടന്നത് അമ്മയാണ്. അമ്മ എന്ത് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ? അമ്മയ്ക്ക് പിന്നീട് ഈ പറഞ്ഞ അമ്മയുടെ മുഖത്ത് ഈ ഒരു എന്താ പറയുന്നത്, ഒരു ടെൻഷനും സന്തോഷവും എല്ലാം കൊണ്ടുമുള്ള ഒരു, കാരണം അവസ്ഥകളൊക്കെ മാറി, ഒരു വീട് വെച്ചു, വേറെ വീടായി, പക്രു വളരുന്നു, ഞങ്ങളും വളരുന്നു. ആ അമ്മ നോക്കട്ടെ, അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ മകന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഏതോ അത്ഭുതമാണ്. അത് ചെക്കായിട്ടാണോ മോനെ കിട്ടുന്നത് അതോ ക്യാഷ് ആയിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതൊരു ബുക്കായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ ആ ബുക്ക് തുറന്നു നോക്കിയപ്പം എന്തെല്ലാം ലോകാത്ഭുതങ്ങൾ അതിനകത്തൊരു ഭാഗഭാക്കായി എൻ്റെ മകനെന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഇത്രമാത്രം ഒരു കാര്യമുണ്ടെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എല്ലാ ആൾക്കാരും വിളിച്ച് അഭിനന്ദിക്കുന്നു. മകൻ ലോകപ്രശസ്തനായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്തെ സത്യം എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അമ്മ ഒരു രസികത്തിയല്ലേ? അതെ, അമ്മ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചു, ചെക്കായിട്ടാണോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ വരുന്നത്? അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കുറേ വിളികളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അമ്മക്ക് ആദ്യമായിട്ടാണല്ലോ ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പം എനിക്കും അറിയില്ല ഇതെന്താന്ന്, ഇതിൻ്റെ കാര്യങ്ങൾ, ഇതൊരു ക്രെഡിറ്റ്സ് മാത്രമാണ് എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കുകയും ചാനലുകാരൊക്കെ വീട്ടിൽ ചെല്ലുകയൊക്കെ ചെന്നപ്പോൾ പാവം തെറ്റിദ്ധരിച്ചു പോയതാണ്. ഗിന്നസ് മാത്രമല്ല, പക്രുവിന് വേറെ അവാർഡും കിട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരത്തിന് പക്രു വിധേയമായി. അത്ഭുതദ്വീപ്. മറ്റൊരു സന്തോഷം, ഞാൻ ആദ്യമായിട്ട് തമിഴിൽ ചെയ്ത ഡിഷും എന്ന ചിത്രം പക്രു തന്നെയാണ് കേട്ടോ അത്. അതെ, അങ്ങനെ തമിഴ്നാടിൻ്റെ പ്രത്യേക പുരസ്കാരം ഇതിലൂടെ നേടി. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ പുരസ്കാരം മാത്രമൊന്നുമല്ല, 2 വർഷത്തെ പുരസ്കാരം ഒന്നിച്ചു കൊടുക്കുകയാണ്. 2005-ലും 2006-ലും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അല്ല ആഗ്രഹങ്ങളൊന്നാണ് രജനി സാറിനെയൊക്കെ ഒന്ന് കാണുക എന്നുള്ളത്. പക്ഷേ തമിഴ് സിനിമാ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു വേദിയിൽ വെച്ച് രജനി സാറും കമൽ സാറും കരുണാനിധി സാറിൻ്റെയും കയ്യിൽ നിന്ന് ഒരു അവാർഡ്, 5 പവൻ്റെ ഒരു മെഡൽ, സ്വർണ്ണ മെഡൽ, അത് വാങ്ങാൻ പറ്റുക. അത് മാത്രമല്ല, വിജയ്, സൂര്യ തുടങ്ങി എല്ലാ സൂപ്പർ സ്റ്റാർസും എല്ലാവരും ആ വേദിയിലുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൗതുകം, ഒരു ഫുൾ ഫോക്കസ് എന്നിലേക്ക് വന്നു. കാരണം ഈ പടത്തിൻ്റെ ഇതുപോലെ തന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ സാധനം, ആ ഒരു മുഹൂർത്തം എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടിനി എന്നോട് ചോദിച്ച ചോദ്യത്തിനും വേണമെങ്കിൽ ഉത്തരമായിട്ട് പറയാവുന്നതാണ്. സന്തോഷം അനുഭവിച്ചു. തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം അവിടെ ഈ പക്രു എന്നുള്ള കലാകാരനെ കാണാനുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു, അത് ഒരു വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം ഇറങ്ങിയപ്പോൾ എന്തോ വടിവേലു എന്ന് ചെവിയിലെന്നോ പറഞ്ഞാരോ പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത്, കരുണാനിധി സാർ ഒരു ചെയറിൽ ഇരുന്നിട്ട് എല്ലാവരുടെയും കഴുത്തിലേക്ക് മാലയിട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ രജനി സാർ ഉൾപ്പെടെയുള്ളവർക്ക് അവാർഡുണ്ട്. എല്ലാവരും വന്നു, മുട്ടുകുത്തി നിന്നു, അവാർഡിട്ടു, മാലയിട്ടു, അങ്ങനെ എല്ലാവരും. എല്ലാം കഴിഞ്ഞാണ് എന്നെ വിളിച്ച സമയത്ത്
നമ്മൾ വന്ന് കേരളത്തിന് വേണ്ടി നിവർന്ന് നിന്ന്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞു, ഈ അവാർഡ് നൈറ്റിൽ നടു നിവർത്തി നിന്ന് അവാർഡ് മേടിച്ച ഒരേ ഒരാൾ നിങ്ങൾ താൻ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോട്ടിൽ വന്നൊരു കോമഡിയാണ്. പക്ഷേ പക്രു ഇന്നേ വരെ ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞിട്ടില്ല. ഉണ്ടോ? എൻ്റെ മോളുടെ മുമ്പിൽ ഞാൻ കുനിഞ്ഞിട്ട്. അവളുടെ ഓരോ സ്റ്റേജും കുനിഞ്ഞു 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 വന്ന് ഇപ്പം നമ്മൾ അത്യാവശ്യം ലുക്കും മേളിലോട്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നേക്കാൾ ഉയരത്തിലായിട്ടുണ്ട് അവൾ. ഇപ്പം LKG പഠിക്കുന്നു. ബഹദൂറിൻ്റെ ഉപദേശം പക്രു ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തി. അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമല്ല, ഞാനും നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചതാണ്, നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉയരമുള്ള ഒരു പെണ്ണിനെ തന്നെ കെട്ടണം. എന്തായിരുന്നു അതിൻ്റെ ഒരു കെമിസ്ട്രി? അത് പറയാൻ കാരണം അതിൻ്റെ കെമിസ്ട്രി വേറൊന്നുമില്ല. ഒരു സിനിമ കണ്ടു, മേള എന്ന് പറയുന്ന സിനിമ. ആ സിനിമ കണ്ടപ്പോൾ ഈ സംശയാലുവായിട്ടുള്ളൊരു ഭർത്താവ്, അയാൾ ജീവിതത്തിലേക്ക് അവസാനം അങ്ങനെ പോവുക. ഗംഭീര സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ആദ്യത്തെ സിനിമ. KG ജോർജ് സാർ. അത് സംവിധാനത്തെ ഒന്നുമല്ല, പക്ഷേ അതിലെ ആ സീക്വൻസ്, അല്ലെ ആ ക്യാരക്ടർ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഭയങ്കര, അതായത് കുടുംബക്കാരൊക്കെ വിചാരിച്ച് ഈ പൊക്കം കുറഞ്ഞ ഇവന്മാരെല്ലാം ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും, സംശയക്കാരായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലരും ഈ സുഹൃത്തുക്കൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് വേണ്ടി വലിയ പെൺകുട്ടികളെ ആലോചിക്കുമ്പോൾ അവർക്ക് പേടിയാണ് ഈ ഇതിലേക്ക് വിടാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ. ആ ഇമേജൊക്കെ മാറ്റിയെടുത്തത് അത്ഭുത ദ്വീപാണ്. പക്ഷെ ഞാൻ ഉറപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഉയരമുള്ളൊരു പെൺകുട്ടിയെ വേണം. അത് വളരെ മുമ്പ് തന്നെയുള്ളൊരു നിശ്ചയദാർഢ്യമാണ്. അത് പ്രണയവിവാഹത്തിലൂടെയാണെങ്കിൽ അതായിരിക്കും സാധ്യത. പക്ഷെ ഒരു എന്താ പറയുന്ന, എല്ലാവരും കൂടെ ആലോചിച്ച്, കുടുംബക്കാരെല്ലാവരും കൂടെ ആലോചിച്ചിരുന്ന് ഒരു കല്യാണമൊക്കെ നടക്കുന്നുള്ള ഒരു ഇതൊന്നുമില്ല. അവിടെയും അമ്മയാണ് ഇടപെട്ടത്. വിവാഹം കഴിപ്പിക്കണമെന്നും അതൊരു നല്ല വലിയൊരു കുട്ടിയായിരിക്കണം എന്നൊക്കെ അമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ഇറങ്ങിയതും ഞാൻ പലപ്പോഴും പിന്നീടാണ് അറിഞ്ഞിട്ടുള്ളത്. അമ്മ പലരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു. പക്രു പെണ്ണ് കാണാൻ പോവുകയാണോ? എങ്ങനെയായിരുന്നു പക്രുവിന്റെ മനസ്സിങ്ങനെ ഇടിക്കായിരുന്നു? ഞാൻ പോയില്ല പെണ്ണ് കാണാൻ. ആദ്യം പോയില്ല. അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും അളിയന്മാരെയും എല്ലാവരെയും കൂടെ പോയി വിട്ടിട്ട് ഞാൻ ഇവരെല്ലാവരും എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, എന്നിട്ട് ഇവർക്ക് ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമത് മതി ഞാൻ പോകുന്നു. പിന്നെ ഇതിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ട്, എന്താണ് കാര്യം എന്നുള്ളതൊന്ന് അറിയണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. കാരണം ഇനി ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാനുള്ള ഒരു, ആ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് എന്നുള്ളത് അറിയണം. പൂർണ്ണ മനസ്സോടെയാണോ, ഇഷ്ടപ്പെട്ടിട്ടാണോ, ഇനി അങ്ങോട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്നോടൊപ്പം ആയിരിക്കും. അവർ ചെന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അവരുടെ കുടുംബമൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ചുറ്റുപാട്, നല്ല കുടുംബക്കാർ. പിന്നീട് ആണ് നമ്മുടെ രംഗപ്രവേശം. അതെങ്ങനെയായിരുന്നു പക്രു? അത് പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്നൊന്നും പറയുന്നില്ലേ, അങ്ങോട്ട് ചെല്ലുന്നു, കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ. ചെന്ന് കണ്ടു, ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. 1.5 മണിക്കൂർ പെൺകുട്ടിയായിട്ട്? ഞാൻ ആദ്യമായിട്ടായിരിക്കും പെണ്ണ് കാണാൻ പോകുന്ന ഒരാൾ 1.5 മണിക്കൂർ സംസാരിക്കുന്നു. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അത്രയൊന്നും വേണ്ടായിരുന്നു. റിഹേഴ്സൽ നടത്തിയിരുന്നോ? റിഹേഴ്സലൊന്നുമില്ല സാർ, കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കൂടുതലും എൻ്റെ നെഗറ്റീവ്സ് ആയിരുന്നു. പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ മുഴുവൻ. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ കുറവുകളെല്ലാം പറഞ്ഞു. ഇനി വേണമെങ്കിൽ നിനക്ക് ഈ ആലോചനയുമായിട്ട് മുമ്പോട്ട് പോവാം. ഞാനോ ആരോ നിർബന്ധിക്കുന്നില്ല. ഇല്ല. ഇനി ഞാനൊരു കാര്യവും രഹസ്യമാക്കി വെച്ചു എന്ന് നാളെ നീ പരാതിപ്പെട്ടത്. ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ ആണെങ്കിൽ ഉടനെ നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ പറഞ്ഞു. അത് മാത്രമല്ല, അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇതിലില്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് സാധാരണക്കാരനായിട്ട് നോർമലായിട്ടുള്ള ഒരാൾ ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സന്തോഷത്തോടും കൂടിയിട്ടാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഈ പെൺകുട്ടി ഇങ്ങനെ തയ്യാറായപ്പോൾ ഞാനൊരു വളരെ പേഴ്സണലായിട്ട് ചോദിച്ചാണ്. ഒരു പക്ഷേ പക്രുവിൻ്റെ മനസ്സിന് അലട്ടിയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പോയി, മേള ഒക്കെ പറഞ്ഞു പോയി. പക്ഷെ എങ്കിൽ പോലും ഈ പെൺകുട്ടി ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പക്രുവിനെപ്പോഴൊരാളെയാണോ നീ ഭർത്താവായി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഇവളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരുണ്ടാകാം എന്നൊക്കെ ചിന്തിച്ചോ പക്രു? അതെല്ലാം ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്.
എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം? ഫക്രുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്നും പറഞ്ഞ യുക്തി എന്തായിരുന്നു? യുക്തി ഇഷ്ടമാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി കാണുന്ന അതേപോലെ തന്നെയാണ് അവരുടെ കുടുംബക്കാരും കാണുന്നത്. അവിടെ ഷോക്കായിപ്പോയി ഞാൻ. അതിനകത്ത് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അസ്വാഭാവികത അവരും കണ്ടില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് മനസ്സിൻ്റെ ഒരു അനൈക്യമാണ്. മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നു. മനുഷ്യന്മാരാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്രയും നാളത്തെ ഇത് വെച്ച് എനിക്ക് ഈ JB ജംഗ്ഷൻ വരെ വന്ന് നിന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബജീവിതത്തെ കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ അസ്വാഭാവികത ഉണ്ടെങ്കിലും വളരെ നാച്ചുറലായി, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ഏതൊരാളുടെയും വലിയ ആളുടെയും കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം അല്ല അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കും. ഇതിനിടയിൽ എനിക്കിട്ടൊരടി കിട്ടി വിവാഹം കഴിഞ്ഞിട്ട്. ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ്. ഞാനും എൻ്റെ വൈഫും അടുത്തൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യമായിട്ട് കേട്ടപ്പോൾ. കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗർഭിണിയാണെന്ന്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ലോകം മുഴുവൻ കീഴടക്കിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. ഈ അവാർഡുകളൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വലിയ സന്തോഷമായിരുന്നു. ആ കുട്ടി ജനിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഫക്രുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരു പക്ഷേ തീർച്ചയായിട്ടും അതൊരടിയായിരുന്നു. ഫക്രു ആശുപത്രി കിടക്കെ തന്നെയായിരുന്നു. ആശുപത്രി കിടക്കല്ല, വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കും ഒക്കെ നമ്മൾ ഈ ഭിക്ഷക്കാരെ പോലെ ഈ ഹോസ്പിറ്റലിൻ്റെ മറ്റേ ICUവിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് താരജാടയും ഈ പ്രൗഢിയും മറ്റത് ഈ പറയുന്നത് പോലെ സിനിമാ നടൻ എന്നൊക്കെ ഉള്ള കലാകാരൻ എന്നുള്ളതല്ല, നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം താഴെയാണ് എന്ന് നമ്മളെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ, ചില നിമിഷങ്ങൾ അതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓരോ തവണയും വിളിപ്പിക്കും, ചെറിയ ഇതുണ്ട്, കുഴപ്പമാണ്, അങ്ങനെ ഓരോ രാത്രികൾ ഉറക്കളച്ച്. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫിൻ്റെ അച്ഛനും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെയാണ് പോയി നിൽക്കുന്നത്. ചില സമയത്ത് അമ്മമാരെല്ലാം തകർന്നു പോയി, വിഷമായിപ്പോയി അവർക്കൊക്കെ. ഫക്രു മനുഷ്യൻ്റെ ഒരു വ്യർത്ഥത ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതും ഞങ്ങൾ അതിജീവിച്ചു. ഞാനല്ല, ഞാനും എൻ്റെ വൈഫും. പക്ഷെ ഫക്രു പൊട്ടിക്കരഞ്ഞു പോയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ടിനി ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്ത് പിടിച്ച പ്രോഗ്രാമിന് സ്റ്റേജിൽ ഞാൻ നിന്ന് മിമിക്രി കാണിക്കുക. എൻ്റെ മോൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്, മിമിക്രി കോമഡി കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. ആ ഐറ്റം കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ബാക്കിൽ വരുമ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് കിടന്ന് ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കും, ടെൻഷൻ. പക്ഷെ ഫക്രുവിനെ അങ്ങനെ ഒരു ദുരന്തത്തിനും തളർത്താൻ കഴിയുന്ന ആളല്ല. ഫക്രു അതൊക്കെ അതിജീവിച്ചു. അങ്ങനെ ഫക്രുവിന് ഒരു കുഞ്ഞു കൂടി ജനിച്ചു. അതെ, മോളുടെ പേര് ദീപ്തകീർത്തി. ആ കുഞ്ഞ് ഫക്രുവിനേക്കാളും വലുതായിപ്പോൾ. അതെ, ഒരുപക്ഷെ ഫക്രു ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിട്ടുള്ളത് ഈ ജംഗ്ഷനിൽ വെച്ച് പറയാം ആ കുട്ടിയുടെ ഉയരമായിരിക്കും. തീർച്ചയായിട്ടും ഒരു മിന്നൽ പോലെ ഇതാ ഉയരം കൂടിയിരിക്കുന്നു. അതെ, ഇത് ഒരു 6 മാസം മുമ്പുള്ള ഫോട്ടോ. ഇപ്പം ഇതിനും പെൺകുട്ടികളല്ലേ, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, അങ്ങനെ ആവും, പന പോലെ വളരും. ഫക്രു ഒരുപക്ഷെ ഫക്രുവിൻ്റെ അമ്മയ്ക്കുണ്ടായിട്ടുള്ള ഒരു വെള്ളിടി ഫക്രുവിനുണ്ടാകരുതെന്ന് ഫക്രുവിന് ഉറപ്പായിരുന്നു. ഫക്രു പക്ഷേ മോള് വളർന്നു വരുമ്പോൾ തന്നെ ഫക്രു ശ്രദ്ധിച്ചിരുന്നു അല്ലേ? ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. എൻ്റെ ഈ പ്രശ്നം ഉണ്ടായതാണോ? സയൻസിൻ്റെ ലോകത്തിലേക്ക് ഫക്രു പോയി എല്ലാം പഠിച്ചു, ഒരുപാട് ഡോക്ടർമാരോട് സംസാരിച്ചു. എന്നെ തന്നെ ഞാൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തു.
കൊടുത്തിട്ട് ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ആ കുട്ടിക്ക് നോർമലാണ് എന്ന്. ഓ, അത് ഗംഭീരമായി. അതുകൊണ്ട് തന്നെ പക്രുവിന് വലിയ ആശങ്കകൾ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പറയുന്നത് അത് തന്നെയാണ്, അതിനുള്ള ഒരു സൗകര്യം ഇന്നുണ്ട്. വൈദ്യശാസ്ത്രം വളരെ നോർമലായൊരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നുള്ള വിവരം നൽകിയിരുന്നെങ്കിൽ പോലും ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ ഉണ്ടായിരുന്നു. അതുണ്ടാവും സാർ, ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവും. ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ മറ്റേ ഈ ക്യാരക്ടർ എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കുന്നത് പോലെ ഞാൻ ടേപ്പ് വെച്ച് അളന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അളന്നുകൊണ്ടായിരുന്നു. ആരും കാണാത്തപ്പോൾ മോളിനെ അളന്നുകൊണ്ടിരുന്നു. അത് ഞാൻ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് അളവ് അറിയാമല്ലോ. അറിയാം. കാരണം നമ്മുടെ ഒരളവ് ഫിക്സഡാണ്. ഭാര്യയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഉണ്ടാവാം. പക്ഷെ ഭാര്യയ്ക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും എന്നെ ഉൾക്കൊണ്ടതുകൊണ്ട് എങ്ങനെയുള്ള ഒരു കുട്ടിയായാലും അതിനെയും പൊന്നുപോലെ നോക്കാനുള്ളൊരു വലിയ മനസ്സോടുകൂടിയാണ് വരുന്നത്. മോൾക്ക് കലാവാസന എല്ലാം കിട്ടിയിട്ടുണ്ടോ? മോളിപ്പോൾ ഇതുവരെ അങ്ങനെ നന്നായിട്ട് ഇപ്പോൾ അവൾ വരച്ചു തുടങ്ങി. കളർ ഇഷ്ടമാണ്, കളറിങ് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാംസും സിനിമയൊക്കെ കാണുമ്പോഴും പക്രുവിൻ്റെ സിനിമയെ കാണുമ്പോൾ എന്താ മോള് വിചാരിക്കുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛാന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അത് ആദ്യം തൊട്ട് ഒരു വയസ്സ് തൊട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഷൂട്ടിങ്ങിന് പോകുന്ന അവളെ കൊണ്ടുപോകാത്തതിലുള്ള വിഷമമുള്ളൂ. അതെ. അങ്ങനെ പക്രു മകളുടെ മനസ്സിൽ ഒരു വീരനായകൻ എന്ന് പറയാനും പറ്റില്ല. ചില സമയത്ത് അവളുടെ കൂടെ അവളുടെ കാരണം അവളെക്കാൾ ചെറുതാണല്ലോ. അപ്പൊ അവളുടെ കൂടെ കളിക്കുന്ന ഒരാളായിട്ട് പോലും പക്രുവിന്റെ അച്ഛനെ മാറ്റുന്നുണ്ട്. അതെ. അപ്പൊ അവൾക്ക് രണ്ട് ഗുണമുണ്ട്, കളിക്കൂട്ടുകാരനുമാണ് അച്ഛനുമാണ്. പക്രു മറ്റുള്ളവർക്കൊന്നും അങ്ങനെ സവിശേഷത കിട്ടാറില്ല. ഇല്ല, അതൊരു ഭയങ്കര സന്തോഷിക്കാൻ പറ്റും. കാരണം കൂടെ ഉള്ള ആൾക്കാരോട് വന്ന് പറയുന്ന ചില തമാശകളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് എന്നെ നഴ്സറി കൊണ്ടിരുത്തിയിട്ട് അവളെ അമ്മയായിട്ട് തിരിച്ചു പോകും. കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടി. അതെ, ഞാൻ കുട്ടിയാണ്, എന്നെ നഴ്സറി കൊണ്ടിരുത്തും, എന്നിട്ട് പുള്ളിക്കാരി പോവുക, അമ്മയെ പോരാട്ടോ മോൻ അടങ്ങിയിരിക്കും എന്ന് പറയുന്ന പോലെയുള്ള. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ? അതെ, വലിയ ഭാഗ്യം. പക്രുവിന് വലിയ ഭാഗ്യങ്ങളുണ്ട്. വലിയ ഉയരമുള്ള ആൾക്കാരുടെ അച്ഛനായിട്ട് പക്രു അതിനു മുമ്പ് തന്നെ വേഷമിട്ടിരുന്നു. ഇങ്ങനെ ഒരു ചിരി, ഈ ചിരി ഞാൻ അന്ന് ഈ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡയറക്ടർ മഹേഷ് ചേട്ടനോട് പറഞ്ഞു, ഇത്തിരി കൂടിയില്ലേ, അങ്ങനെ ചിരിക്കും. ഒരുപക്ഷെ ഇയാൾ കാണാതല്ല, ആരും കാണാതെ ഒരു ചിരി പൊട്ടിയാൽ, ആ ചിരി ഇങ്ങനെ നടക്കിയാലും ഇതേ ഫീൽ തന്നെയായിരിക്കും. കാരണം മകൻ നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിക്കാത്തവളെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ആ മകനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഭീകര ഇൻസൾട്ടിങ് പോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഇത്രയില്ല. പക്ഷെ അതാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. എന്നെ കണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ചിരിച്ചാലും അത് ഞാൻ കാണാതെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ അറിവില്ലായ്മ കൊണ്ട് അതെ എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾ അങ്കിളാണത് അങ്ങനെ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. പക്രുവിന്റെ മുണ്ട് ഞാൻ കണ്ടു. എവിടുന്ന് ഈ മുണ്ട് പക്രു സംഘടിപ്പിക്കുന്നത്? അത് വലിയ മുണ്ട് വാങ്ങിക്കും, രണ്ടാക്കും. ഒരു മുണ്ടപ്പോൾ നമുക്ക് ഫ്രീ കിട്ടും. അത് മറ്റേ ടിനി പറഞ്ഞ പോലെയാ. ഒരുപാട് സുഖമുണ്ട്. അവൻ പറഞ്ഞ അതിന്റെ ഒരു ഇതുണ്ട്. അവൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പൊറാട്ട മതി ഒരാഴ്ചയെന്ന്. പക്ഷെ ഞാൻ എനിക്കുള്ള ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്ന കാര്യവും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. അത് ശരിയാണ്. എന്റെ ഫുഡ് കിട്ടുമ്പോൾ ഞാൻ ബാക്കി ഇവന് കൊടുക്കും, ഇവർക്ക് കൊടുക്കും. പക്രുവിന് ഇപ്പം ദോശ കഴിക്കുകയാണെങ്കിൽ എത്ര ദോശ വേണ്ടി വരും? 2 ദോശ. 2 ദോശ. നല്ല വിശപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ദോശയൊക്കെ കഴിക്കും. അതൊക്കെ സാധാരണ ആൾക്കാർ അത് തന്നെ കഴിക്കുന്നു. അത്രേ ഉള്ളൂ. 2 ദോശ കഴിക്കും. മസാല ദോശയല്ല, ചെറിയ തട്ട് ദോശ. 2 ദോശ. ഊണൊക്കെ നന്നായിട്ട് കഴിക്കുമോ? ഊണും എല്ലാം വളരെ ആവശ്യത്തിന് മിതമായിട്ട് നമ്മുടെ വയറിൽ കൊള്ളുന്ന ആഹാരം. നോൺ വെജിറ്റേറിയനൊക്കെ എല്ലാം കഴിക്കും. പോർക്ക് കഴിക്കാറില്ല. ഭക്ഷണക്രമത്തിനൊന്നും പ്രത്യേകിച്ചൊരു ഇല്ല. വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റാതൊക്കെ ആവും. ആ സമയത്ത് യാത്രകളിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വണ്ടിയിൽ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കും. സ്വന്തം ഭാര്യ സിന്ദാബാദ് മറ്റൊരു സിനിമയാണ്. പ്രണയരംഗങ്ങളൊക്കെ നന്നായിട്ട്. ഈ പാട്ട് ഇതല്ലായിരുന്നു, ഞാൻ പാടി കേൾപ്പിക്കും. ഇതിപ്പോൾ നമ്മൾ കേട്ടത് ഫീമെയിൽ വേർഷൻ. അതെ. സിനിമയിൽ ഫീമെയിൽ വേർഷൻ അല്ല. ഓ ശരി. എനിക്ക് ജാസി ഗിഫ്റ്റ് അദ്ദേഹമാണ് ഇതിൻ്റെ ഈണം. ചന്തമുള്ള പെൺമണി എന്തിനിത്ര പരിഭവം, തണുതണുത്തരാവില്ല തിടുതിടുക്കം കാട്ടിയോ
ചന്തമുള്ള പെൺമണി എന്തിനിത്ര പരിഭവം, തണുത്ത രാവിൽ ഞാൻ തിടുക്കം കാട്ടിയോ. നനുത്ത മേനി ഒതുക്കി എന്നെ ഉറക്കുമോ, പുലരി വന്നു പെയ്യുമോ, വാരി പുണരുമോ. ചന്തമുള്ള പെൺമണി എന്തിനിത്ര പരിഭവം, തണുത്ത രാവിൽ ഞാൻ തിടുക്കം കാട്ടിയോ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയത് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. റാഫി മധുര. പക്രു ആ ഒരു നല്ല ഭാവാവനെയാണ് കാഴ്ചവെച്ചത്. അതിൽ ഞാൻ ആ ബാക്കിൽ നിന്നില്ലേ, എനിക്ക് ഈ എന്താ പറയുക, നായികമാർ ഉയരമുള്ള നായികമാരോടൊത്ത് പാട്ട് സീനിൽ അഭിനയിക്കുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. ഒന്നിൽ ഇതുപോലെ കട്ടിലേലായിരിക്കും, അല്ലെ ടേബിൾ ഇങ്ങനെയൊക്കെയുള്ള, അവിടേക്ക് ഈ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് തെറ്റിപ്പോ. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ അടിച്ചാൽ പ്രശ്നമാവില്ലേ, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ സംഭവിക്കാറുണ്ട്. നായിക മറന്നിട്ടില്ല. ഇല്ല, വരുന്നു. എനിക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം സ്വന്തം സിന്ദാബാദിൽ ഞാൻ ചേട്ടൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത കുട്ടിയും കോലിലും എൻ്റെ ചേച്ചി ലയ ചേട്ടൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. അപ്പം ഇതിൽ പല സന്തോഷം എന്താണ്, ഞങ്ങൾക്ക് ഭയങ്കര, എൻ്റെ കുടുംബം മൊത്തം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചേട്ടൻ്റെ ശരിക്കും എന്താ പറയുക, നമ്മൾക്കൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറം ഒരുപാട് ദൈവം ഒത്തിരി കഴിവുകൾ തന്നിട്ടുള്ളൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, അതിന് പുതുമയൊന്നുമില്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതാണ്: ചേട്ടന് അഭിനയിക്കാനാണോ കൂടുതൽ ഇഷ്ടം, അതോ ഡയറക്റ്റ് ചെയ്യുന്നതാണോ ചേട്ടന് കൂടുതൽ ആത്മവിശ്വാസം ഏത് ചെയ്യുമ്പോഴാണ്? പക്രു വളർന്നു എന്നാണ് ആ കുട്ടി പറയണത്. ശ്രുതിയുടെ മറുപടി, എനിക്ക് രണ്ടും ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. സംവിധാനം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് കുറച്ച് ടെൻഷനും അത് അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള സ്ഥിതിക്ക് അഭിനയത്തിന് കുറച്ചുകൂടി നമുക്ക് സുഖമുണ്ട്. നമ്മുടെ പോർഷൻ മാത്രം നമ്മൾ വന്ന് അഭിനയിക്കുന്നു. അതെ, അതേ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇതിന് സമാനമായ ഒരു ചോദ്യമായിട്ട് വേറെ ആളുണ്ട്, നമുക്ക് വേണമെങ്കിൽ നോക്കിക്കളയാം. ശരി. പക്രുവിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഹലോ പക്രു, നമ്മളെപ്പോഴും കാണുന്നവരാണ്, പക്ഷേ ഈ JB ജംഗ്ഷനിൽ വെച്ചിട്ട് വീണ്ടും കാണേണ്ടി വരുന്നു. എന്തുണ്ട്? എനിക്ക് പക്രുവിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഇവർ പറയുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പക്രു ഇപ്പോൾ ഒരു പടം സംവിധാനം ചെയ്തു, ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചു. അപ്പോൾ ആ സംവിധായകരുടെ നിർദ്ദേശമനുസരിച്ച് അഭിനയിച്ച പക്രുവിന് മറ്റു ആർട്ടിസ്റ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തപ്പോഴുണ്ടായ മാനസികാവസ്ഥയും മറ്റ് സംവിധായകരുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് അഭിനയിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയും എന്താണ് പക്രുവിന് തോന്നിയ പ്രധാന വ്യത്യാസം? പക്രു ഒരു കമലഹാസന്റെ തലത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അഭിനയം, സംവിധാനം. ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ തന്നെ ആലോചിച്ചുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചൊരു ഏരിയ അത് തന്നെയാണ്, സാറ് പറഞ്ഞ ഏരിയ തന്നെയാണ്. ഇത്രയും കാലം ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ അഭിനയിക്കുക മാത്രമാണ്. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ട് മറ്റ് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയി ഇങ്ങനെയാണ്, അല്ല ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പോയി അഭിനയിക്കുകയാണ്. നേരെ മോണിറ്ററിലേക്കും വരുന്നില്ല. അത് കുറച്ച് ടെൻഷനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു സംവിധാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത് നമ്മളെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഫുള്ള് നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് പറ്റും. ഇതല്ല, അഭിനയിക്കുകയാണ്, പോയി പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ഭാഗവും നമ്മൾ ചെയ്തതിനോടൊപ്പം തന്നെ ഇവർ കറക്റ്റായിട്ടല്ലേ ആ നമ്മുടെ ആ ഒരു ആംഗിളിലേക്ക് ഇവർ വരുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ഡ്യുവൽ മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യണം. ആദ്യത്തെ ഒരു 1-2 ദിവസം എനിക്കതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. പക്ഷെ ക്രമേണ ഞാൻ ആ ട്രാക്കിലേക്ക് വന്നു എന്നാണ്. ഇനി ഒരു സാഹസത്തിന് മുതിരുവോ? തീർച്ചയായും പുതിയ സംവിധാനങ്ങളിലേക്ക് പോകും. തീർച്ചയായിട്ടും. അതായത് ഒരു സിനിമ ചെയ്യുന്നത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, റെക്കോർഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹ പൂർത്തീകരണം. അവിടെ മുദ്ര പതിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല. അല്ല, ഞാൻ എൻ്റെ സിനിമയുടെ പൂജ തന്നെ വിദ്യാരംഭത്തിൻ്റെ അന്നായിരുന്നു. സിദ്ദിഖ് സാറിനെ പോലെ
ജോഷി സാറിനെ പോലെയൊക്കെയുള്ള കുറേ പ്രശസ്തരും അതിപ്രഗത്ഭരുമായിട്ടുള്ള നമ്മുടെ സീനിയറായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ അനുഗ്രഹത്തിൻ്റെ മടിയിലിരുന്നാണ് ഞാൻ സംവിധാനം. ബക്രുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തോ ബക്രുവിനോടെന്തോ പറയാനുണ്ട്. ഹായ് അജയേട്ടാ, സുഖമാണോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് അജയേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഇങ്ങനെ ഒരു തമിഴിലൊരു സൂപ്പർ സ്റ്റാറായ സൂര്യയുടെ കൂടെയും പിന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരു 10 ഇയേഴ്സിന് ശേഷം എന്താവാം എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ബക്രു അടുത്തൊരു 10 വർഷത്തിലേക്ക് 10 വർഷം, പതിറ്റാണ്ട് എന്തായി മാറും? പ്രേക്ഷകരെന്നെ മടുക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് അഭിനയത്തിൽ വലിയ അവസരങ്ങളൊന്നും തേടി വരാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ അഭിനയിക്കും, യാതൊരു സംശയവുമില്ല. കാരണം എന്നെ ഇത്രയും കാലം എന്നെ കൊണ്ടുപോയത് എൻ്റെ പ്രേക്ഷകരാണ്, എൻ്റെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ. എൻ്റെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാനൊരു 100% ആബ്സല്യൂട്ട്ലി ഒരു പെർഫെക്റ്റ് നടനായി എന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. അഭിനയത്തിൽ അതാണല്ലോ, മെച്ചപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ മെച്ചപ്പെടാനും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും എത്രയോ പ്രഗത്ഭരുടെ കൂടെ അഭിനയിക്കേണ്ടിയിരിക്കുന്നു. നർമ്മത്തിൻ്റെ മേഖലയിലുള്ള ബക്രുവിൻ്റെ ഒരു സ്ഥാനം ഒരുപക്ഷെ മറ്റ് നർമ്മ വിദഗ്ധന്മാരും അടിവരിടുന്നതാണ്. അതുപോലൊരു വിദഗ്ധൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബക്രുവായിട്ട് എന്തോ കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. നമസ്കാരം ബക്രു ചേട്ടാ, സുഖമാണല്ലോ? JB ജംഗ്ഷനിലിരുന്ന് തകർക്കുകയാണെന്ന് എനിക്ക് കാണുമ്പം തന്നെ അറിയാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും പൊക്കം കുറവായ ബക്രു അണ്ണൻ ഇത്രയും പ്രശസ്തിയിലേക്ക് എത്തി, അത് ശരിക്കും മറ്റാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം തന്നെയാണ്. പക്ഷേ ഈ പൊക്കം കുറവ് എപ്പോഴെങ്കിലും ബക്രു അണ്ണന് ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? ബസ്സിൻ്റെ ഫുട്ബോളും വാഷ് ബേസിനും. ബസ്സിൻ്റെ ഫുട്ബോളും വാഷ് ബേസിനും ഈ രണ്ടുമാണ് പ്രശ്നങ്ങൾ. ഉയരമുള്ള ആൾക്കാർക്ക് പിന്നെ സൗകര്യമായിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും, അതായത് ഈ ചില സ്ഥലങ്ങളിലെ ഡോറിൻ്റെ ലോക്ക്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരും. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്, പ്രശ്നമില്ലെന്ന് പറയില്ല. പക്ഷേ അതിനൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടും. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഉയരമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. ബക്രുവിൻ്റെ ഒരുപാട് ആരാധകരുണ്ട്. ഈ ഉയരം കുറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ പരിപാടിയിൽ ബക്രു വരുന്നു എന്നറിഞ്ഞ് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് ബക്രുവിനെ അനുമോദിക്കണമെന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് ബക്രു ഒരു ഹീറോയാണ്. ഈ പറഞ്ഞ കുറവുകളിൽ നിന്ന് ഒരുപാട് മിഴിവുണ്ടാക്കിയ ഒരാളോടൊരു ആദരവ് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ വേണം ക്വിക്കായിട്ട്. ഹായ് അജയ, ഓർമ്മയുണ്ടോ ഞങ്ങളൊക്കെ അത്ഭുതം എന്ന സിനിമയിൽ നമ്മൾ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ കുറേയൊക്കെ തമാശകളും ഞങ്ങളാൽ കഴിയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സമൂഹത്തിൽ ഈ പൊക്കക്കുറവ് വെച്ച് പലരും നമ്മളെ അവഹേളിക്കുകയാണ്. പക്ഷേ ബക്രു എങ്ങനെയാണ് ഇത്രയും ഈ ഉയരക്കുറവുണ്ടായിട്ടും ഉയരങ്ങളിലേക്ക് കടന്നു വരുന്നത്? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണം ബക്രുവിൽ നിന്ന്. ഭാഗ്യം, എന്നേക്കാൾ കഴിവുള്ള പല താരങ്ങളും ഇവരുടെ ഇതിലുണ്ട്. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ തന്നെ മികച്ച നർത്തകരും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തോ അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തുടക്കം എന്ന് പറയുന്നൊരു നല്ല തുടക്കമായിരുന്നു. യുവജനോത്സവ വേദികളിലൂടെ വന്ന് ഞാനൊരു നിമിഷം ഒരു സിനിമ കൊണ്ട് പെട്ടെന്ന് വന്നതല്ല. അല്ല, ബക്രു ദീർഘകാലം ആ രംഗത്ത് വിരാജിച്ച ശേഷം വന്നതാണ്. അതുപോലെ ഒരുപാട് അനുഭവ സമ്പത്ത്. നമ്മളെവിടെ എങ്ങനെ പ്രതികരിക്കണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം. ബക്രു പ്രതികരിക്കുന്നതിനൊന്നും ബക്രു കുറവക്കാരല്ല. ഞാൻ പറഞ്ഞാൽ വിനയനെതിരെ സിനിമാ ലോകം വലിയൊരു അളവിൽ അണിനിരന്നപ്പോഴും ബക്രു അതൊന്നും നോക്കില്ല. ബക്രുവിൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല സാറ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അത്ഭുതദ്വീപ് എന്ന ചിത്രം വിശ്വാസത്തോടുകൂടി എനിക്ക് തന്ന ആളാണ് അദ്ദേഹം. ബക്രുവിന് വേണമെങ്കിൽ വേറൊരു നിലപാടെടുക്കായിരുന്നു, പക്ഷെ എടുത്തില്ല. ഒരിക്കലും ഇല്ല. ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. ആരെങ്കിലും പറഞ്ഞോ, ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയോ ഈ പരിപാടി? ഒരിക്കലും ഇല്ല, എന്നെ ആരും അതാണ് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വലിയ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ മികച്ചൊരു കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ഇതിലെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായി പോകും.
ഒരിക്കലുമല്ല. പക്രുവിനോട് സ്നേഹവും ആരാധനയുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളെ ഞാൻ കാണിക്കാം. എൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. കാരണം ചോദ്യങ്ങളുടെ വലിയൊരു സിംഹം അവിടെ, സിംഹത്തിൻ്റെ മുന്നിലാണ് താങ്കൾ ഇപ്പോൾ ഇരിക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, താങ്കൾ ധാരാളം സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ അടുത്തിടെ ഒരു സിനിമ സംവിധാനം ചെയ്തു, കുട്ടിയും കോലും എന്നുള്ള സിനിമ. ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ആ ലൊക്കേഷനിൽ താങ്കൾ ചിലപ്പോൾ ഓർത്ത് കാണില്ല, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം, എൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള 2 വില്ലന്മാർ, ഗുണ്ടകൾ, അവർ ഷോട്ടിൽ എഴുന്നേറ്റ് വരേണ്ട സീനുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ആദ്യം അവർക്ക് നിർദ്ദേശം കൊടുത്തു എഴുന്നേറ്റ് വരണം. അതിനിടയ്ക്ക് ആരോ അവിടെ ഇരുന്നാൽ മതി എന്തോ പറഞ്ഞിരുന്നു. ടേക്ക് വന്നപ്പോൾ അവർ എണീറ്റ് വന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എണീറ്റ് വന്നില്ല എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഈ പടത്തിൻ്റെ ഡയറക്ടർ ഞാനാണെന്നുള്ള വളരെ ആധികാരികമായിട്ട് താങ്കൾ സംസാരിക്കുകയുണ്ടായി. താങ്കളുടെ ആ ഒരു കർക്കശമായിട്ടുള്ള ആ ഒരു നിർദ്ദേശം എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്രുവിൻ്റെ നിശ്ചയദാർഢ്യം, കമാൻഡിങ്, അതാണിപ്പം അബു സലീം കിട്ടുന്നത്. ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിറ്റികളൊന്നാണ് കമാൻഡിങ് പവർ. നമ്മൾ കമാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും, കാരണം സിനിമയെന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് കൊണ്ടൊരു കാര്യമില്ല. ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറേ ആൾക്കാരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റൂ. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ. പക്രുവിൻ്റെ ഒരു സാമൂഹ്യ രംഗത്തേക്കുള്ള ഒരു മാറ്റം, ഒരുപക്ഷെ പക്രു ദുഃഖിക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരുടെ മനസ്സിൻ്റെ താളം മനസ്സിലാക്കുന്നുണ്ട്. അയമനത്തുള്ള സാന്ത്വനം, കിട്ടുന്നതിലൊരു പങ്ക് കൊടുക്കണം, അല്ലേ പക്രു? തീർച്ചയായിട്ടും. കുട്ടികൾ എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. എൻ്റെ സിനിമകളൊക്കെ തന്നെ ഇപ്പോൾ ചാനലിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ടെലികാസ്റ്റ് വരുന്നതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ കുട്ടികളുമുണ്ട്. കാരണം കുട്ടികൾക്ക് നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആരോരും ഇല്ലാത്ത കുട്ടികളെന്ന് പറയുമ്പോൾ മനസ്സിന്, പിന്നെ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു വരുമാനവും എൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളും വെച്ചിട്ട് വളരെ വൈഡായിട്ടൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയൊരു കൈസഹായം ചെയ്യാൻ തന്നാലായത് ഒന്ന്. രണ്ടാമത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. അവർക്കൊന്നും കൊടുക്കണ്ട, അവരെ ഇടയ്ക്കൊന്ന് പോയി കണ്ട് എന്തൊക്കെയുണ്ട് മക്കളെ എന്ന് വിളിച്ച് അവരുടെ അടുത്ത് പോയി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും അവരുടെ കണ്ണുകളിലുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു 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 എന്താ പറയുന്നത്, ഒരു സ്ഫുരണം എന്നൊക്കെ പറയുന്ന പോലെ വന്ന് കെട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പക്രുവിൻ്റെ ഈ സദ്മനസ്സ്, സദ്ഭാവനയാണ് ഒരുപക്ഷെ പക്രുവിനെ ഇവിടെ എത്തിച്ചത്. പക്രുവിൻ്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ചില അവസ്ഥകളിൽ വന്ന് ഭവിക്കുന്ന ആൾക്കാർക്ക് പക്രു നിൽക്കുമ്പോൾ തന്നെ പക്രുവിൻ്റെ ആ ഉയരം കണ്ട് അവരുടെ ഉയരക്കുറവ് അവരതിജീവിക്കുകയാണ്. ഒരുപക്ഷെ പക്രുവിനെ പോലെ ഇതുപോലെ ജീവിതം വിജയം നേടിയ ഒരുപാട് പേരുടെ സ്മരണകളും അവരുടെ ചെയ്തികളുമായിരിക്കാം സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ കരുത്ത് പകരുന്നത്. അവർക്കൊരു പ്രചോദനമായിട്ട് പക്രു മാറട്ടെ. ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ അവർക്ക് വേണ്ടി പക്രുവിൻ്റെ വക 2 വരി പാട്ടും കൂടെ പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലെ പങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളം കനിക്കിന്റെ കണ്ണു കുത്തി തെറിച്ച് തുള്ളണം മിണ്ടാ പെണ്ണ. വാ 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 തട്ട് തട്ടട തട്ടാളി മുട്ടു മുട്ടട പുട്ടാളി തട്ടിക്കൊട മുട്ടിക്കൊട മുട്ടി തട്ടിക്കൊട തട്ടാളി തട്ട തട്ടട തട്ടാളി മുട്ടു
മുട്ട് മുട്ടട മുട്ടാളി തട്ടിക്കോട് മുട്ടിക്കോട് മുട്ടിത്തട്ടിക്കോട് തട്ടാളി ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കാം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തി തത്തപ്പെണ്ണ